10 മിനിറ്റ് കൊണ്ട് സ്വന്തമായി നിങ്ങൾക്കൊരു ഗ്യാസ് ലീക്ക് അലാറം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞാലോ? അതും ഒരു ലൈൻ കോഡ് പോലും എഴുതാതെ, ഒരു കമ്പ്യൂട്ടറിന്റെയും സഹായമില്ലാതെ. ഇൻട്രസ്റ്റിംഗ് ആണല്ലേ? അപ്പോൾ വളരെ കുറച്ച് കമ്പോണൻസും വളരെ കുറച്ച് പാർട്സും ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോജക്റ്റ് എളുപ്പത്തിൽ നിർമ്മിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന് എന്തൊക്കെ കമ്പോണൻസ് ആണ് വേണ്ടത്? വാ നോക്കാം. ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ ഗ്യാസ് ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ അത് മണത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു മൂക്കാണല്ലേ. അപ്പൊ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് MQ2 എന്ന് പറയുന്ന ഒരു ഗ്യാസ് ലീക്ക് സെൻസർ ആണ്. അപ്പൊ ഈ കാണുന്നതാണ് MQ2 ഗ്യാസ് ലീക്ക് സെൻസർ. ഇതിന് സ്മോക്ക്, നമ്മുടെ പുക വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് LPG ഗ്യാസ് ലീക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ മൂക്ക്. ഇനി നമ്മൾ ഗ്യാസ് ലീക്ക് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. ഗ്യാസ് ലീക്ക് കണ്ടുപിടിച്ചാലും നമുക്കത് നിലവിളിച്ച് നാട്ടുകാരെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വാ വേണം അല്ലെ. അങ്ങനെ നിലവിളിച്ച് നാട്ടുകാരെ അറിയിക്കാനും ഒരു അലേർട്ട് തരാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബസറാണ്. ഒരു ബസർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൗണ്ട് ഉണ്ടാക്കുന്നത്. അടുത്തത് നമുക്ക് ഈ ഇൻഡിക്കേഷൻ തരാൻ വേണ്ടിയിട്ട്, നമുക്കൊരു ലൈറ്റിന് ഉപയോഗിച്ചിട്ടൊരു ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു LED ഉപയോഗിക്കാം. ഏതൊരു ഇലക്ട്രോണിക് കമ്പോണൻസ് അല്ലെങ്കിൽ ഏതൊരു ഇലക്ട്രോണിക്സ് പ്രോജക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിന് പവർ വേണം. അപ്പൊ പവർ ചെയ്യിക്കാനായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതേപോലുള്ള 3.7 LI ബാറ്ററി ആണ്. ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ബാറ്ററി ഹോൾഡറിനകത്ത് ഇട്ടു ഉപയോഗിക്കാം കേട്ടോ. 5 വോൾട്ടിനകത്ത് വരുന്ന ബാറ്ററി ഉപയോഗിക്കാം. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ AA ബാറ്ററി ഉണ്ടല്ലോ, അതൊരു 4 എണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കമ്പോണൻസ് ആണ് നമുക്ക് ആവശ്യം. ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് നിർമ്മിക്കാൻ പറ്റുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം സോൾഡറിങ് ആണ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഒരു പാർട്സും ഞാൻ സോൾഡർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്റെ പ്രോജക്റ്റുകൾ കൂടുതലും ചെയ്തു നോക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവർക്ക് പലപ്പോഴും സോൾഡറിങ് ആൻഡ് ഒരു ആക്സസ് കിട്ടാതിരിക്കുന്നതും അത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും ഞാൻ മനസ്സിലാക്കുന്നു. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം? സോൾഡറിങ് ആണെന്ന് ഉപയോഗിക്കാതെ ജസ്റ്റ് വയറുകൾ വെച്ചിട്ട് ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇന്നത്തെ വീഡിയോ റെഡിയാക്കിയിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന ഗ്യാസ് സെൻസറിലേക്കുള്ള കണക്ഷൻസ് ആണ്. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സോ ഗ്യാസ് സെൻസറിൽ നിന്ന് നിങ്ങൾക്ക് കാണാം പിന്നുകളാണല്ലേ. അപ്പൊ ഇത്തരം പിന്നുകളായത് കാരണം ഈ പിന്നുകളുടെ ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, ഈ പിന്നുകളിൽ നിന്ന് നമുക്ക് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് ഇതുപോലുള്ള വയറുകൾ, ജമ്പർ വയറുകൾ ഉപയോഗിക്കാം. കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യേണ്ട? നമുക്ക് സോൾഡറിങ് ചെയ്യേണ്ട. അപ്പൊ ആദ്യം കണക്ട് ചെയ്യേണ്ടത് ഇതിന്റെ ഏറ്റവും അറ്റത്തുള്ള വയർ നോക്കാം. VCC എന്ന് എഴുതിയ, അതിന്റെ അടിയിലാട്ടോ ഇരിക്കുന്നത്, ഈ ഇരിക്കുന്ന VCC എന്ന് എഴുതിയ വയറിലാണ് നമ്മൾ ആദ്യം കണക്ട് ചെയ്യുക കേട്ടോ. VCC എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണേ. VCC എന്ന് പറയുന്ന വയറിലേക്കാണ് ആദ്യത്തെ കണക്ഷൻ. ഓക്കെ, VCCയിലേക്ക് കണക്ട് ചെയ്തു. അതിന്റെ തൊട്ടടുത്തിരിക്കുന്നത് GND എന്ന് എഴുതിയ വയർ. GND എന്ന് എഴുതിയ വയർ എന്താണ്? ഗ്രൗണ്ട് ആണ്. GND എന്ന് എഴുതിയിരിക്കുന്നത് ഗ്രൗണ്ട് ആണ്. അപ്പൊ അതിലേക്ക് ഞാൻ രണ്ടാമത്തെ വയറും കൂടെ കണക്ട് ചെയ്യുന്നു. സോ നമ്മളിങ്ങനെ കണക്ട് ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കണേ, കളർ നോക്കിക്കോണേ. VCC കണക്ട് ചെയ്തത് റെഡ് കളറിലും ഗ്രൗണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ബ്രൗൺ കളറിലും ആണ്. അപ്പൊ പോസിറ്റീവ്, നെഗറ്റീവ്. ഇനി എന്ത് വേണം? നമുക്ക് ഇനി വേണ്ടത് D0 എന്ന് എഴുതിയിരിക്കുന്ന അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന വയറാണ്. സോ D0 എന്ന് എഴുതിയിരിക്കുന്ന അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന പിന്നിലേക്കും കൂടെ ഞാനൊരു വയർ ഉപയോഗിച്ച് ഇതുപോലെ കണക്ട് ചെയ്യുന്നു. ഈ 3 കണക്ഷൻസ് ആണ് നമുക്ക് വേണ്ടത്. VCC, ഗ്രൗണ്ട്, D0. ഈ D0യിലാണ് നമുക്ക് വേണ്ടുന്ന സിഗ്നൽ വരുന്നത്, ഗ്യാസ് ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊക്കെയുള്ള കാര്യങ്ങൾ. കറക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ. ഇനി പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വയറുകൾ ഊരിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? ഇത് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ചെറിയ ടേപ്പ് ഉപയോഗിച്ചിട്ട് അതങ്ങ് ഒട്ടിച്ചേക്കാം. ഇങ്ങനെ തന്നെ വിട്ടേക്കരുത്. അതെന്ത് ചെയ്യില്ല, ചിലപ്പോൾ 200 വരില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചേക്കാം. ഓക്കെ, സേഫായി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ ഗ്യാസ് ലീക്കിനെ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിലേക്ക് ഇങ്ങനൊരു സ്റ്റാൻഡ് റെഡിയാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ, ഒരു കാർഡ്ബോർഡിൽ പേപ്പർ വെച്ചിട്ട്. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ഈ സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ നമ്മുടെ ഗ്യാസ് ലീക്ക് സെൻസറിനെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പൊ അതും ഇതുപോലെ നമുക്കൊരു ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെക്കാം. ഓക്കെ,
ശരി, ഇത് ഇളകി പോവാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ വയർ ഇതിന്റെ താഴെ വെച്ചിട്ട് വയറിനെ ഒന്ന് ടേപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്യാസ് ലീക്കിന്റെ സ്റ്റാൻഡ് റെഡി. അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് 3 വയറുകൾ ഉണ്ട് അല്ലെ, ഈ വയറുകളിലേക്കുള്ള കണക്ഷൻ കൊടുക്കലാണ്. ശ്രദ്ധിച്ചോണേ, കണക്ഷൻസ് എങ്ങനെയൊക്കെയാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആദ്യം നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ LED ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു LED ഉണ്ട്, ഈ LED ആണ് ആദ്യം കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ LED കണക്ട് ചെയ്യുമ്പോൾ LEDയുടെ നീളമുള്ള വയർ പോസിറ്റീവും നീളം കുറഞ്ഞ വയർ നെഗറ്റീവുമാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് എടുക്കാം, നീളം കൂടിയ വയർ. പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത് ഏതിലാണ്? റെഡ് വയറിലാണ് പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. കാരണം ഇതാണ് നമ്മൾ VCCയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ പോസിറ്റീവ് വയർ റെഡിലെ നീളമുള്ളതിൽ കണക്ട് ചെയ്ത്. നെഗറ്റീവ് അപ്പൊ ഏതിലായിരിക്കും? സ്വാഭാവികമായിട്ടും ഗ്രൗണ്ടിലല്ല, ഈ ബ്രൗൺ വയറിലല്ല കണക്ട് ചെയ്യേണ്ടത്. നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത് ഈ വെള്ള, അതായത് D0യിൽ നിന്ന് എടുത്ത വയറിലേക്കാണ് നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. അതിപ്പോരുത്, D0യിലേക്കാണ് നെഗറ്റീവ് വയർ കണക്ട് ചെയ്യേണ്ടത്. അല്ലാതെ നെഗറ്റീവിലേക്ക് എടുത്ത് കണക്ട് ചെയ്യരുത്. ലൈറ്റ് എപ്പോഴും കത്തിക്കിടക്കും. നമുക്ക് ഗ്യാസ് ലീക്ക് വരുമ്പോൾ മാത്രം കത്തിയാൽ മതി അല്ലേ. അതുകൊണ്ട് കണക്ട് ചെയ്യേണ്ടത് എവിടെയാണ്? D0 എന്ന് എഴുതിയ പിന്നിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മള് LED കണക്ട് ചെയ്തു. അടുത്ത് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ഈ ബസറാണ്. ബസറിനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ബസറിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. ബസറിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അത് നീളമുള്ളത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അവിടെയും സോൾഡറിംഗ് ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. കണ്ടോ, സിമ്പിൾ ആയിട്ട് ഒരു വയർ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതാണ്, ജസ്റ്റ് കണക്ട് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് സേഫ് ആക്കാനായിട്ട് ടേപ്പ് ഒട്ടിക്കുന്ന കാര്യം മറന്നു പോകരുത്. ഇതിലൊരു ചെറിയ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചേക്കണേ. ടേപ്പ് ഒട്ടിക്കാതെ വിട്ടുകളയല്ലേ. അതെങ്ങനെ കണക്ട് ചെയ്യുക? അപ്പൊ ഇതാണ് പോസിറ്റീവ് ഇതാണ്ട നമ്മുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുക. LED കണക്ട് ചെയ്തത് അതേ സ്ഥലത്ത് തന്നെ എന്ത് ചെയ്തോളൂ? കണക്ട് ചെയ്തോളൂ. ബസറിന്റെ പോസിറ്റീവ് ഓക്കെ, ബസറിന്റെ പോസിറ്റീവ് കണക്ട് ചെയ്യുക. ബസറിന്റെ നെഗറ്റീവ് എവിടെയാ കണക്ട് ചെയ്യുക? അതെ, നമ്മുടെ LED കണക്ട് ചെയ്ത അതേ നെഗറ്റീവ് തന്നെയാണ് ബസറിന്റെ നെഗറ്റീവും കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, കണക്ട് ചെയ്തു. ഇനി ഇളകി പോവാതെയൊക്കെ നോക്കിക്കോണേ. സോ ഒന്ന് ഫിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും 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 ഇളകി പോകും അല്ലേ. അപ്പൊ ഇതിനെ ഒന്ന് ഫിക്സ് ചെയ്യാം. ഓക്കെ, നമ്മള് ബസർ ഫിക്സ് ചെയ്തു. അടുത്ത നമുക്ക് ഇനി എന്താ വേണ്ടത്? LED ഫിക്സ് ചെയ്യാൻ വരട്ടെ. നമുക്ക് ബാറ്ററിയും കൂടെ കണക്ട് ചെയ്യാനുണ്ട്. അപ്പൊ ബാറ്ററി നമ്മൾ എവിടെ കണക്ട് ചെയ്യുക? ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മുടെ പോസിറ്റീവ് സൈഡ്, അതായത് നമ്മൾ LED കണക്ട് ചെയ്ത് ചുമന്ന വയർ കണക്ട് ചെയ്തില്ലേ, അതായത് VCC വരുന്ന വയറില്ലേ, അതിലേക്കാണ് ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. ഓക്കെ, നെഗറ്റീവ് ഇവിടെ അല്ല കണക്ട് ചെയ്യേണ്ടത്, ഈ ബ്രൗൺ വയറിലാണ്. അപ്പൊ നമ്മൾ MQ2 സെൻസറിൽ നിന്ന് വരുന്ന ഒരു GND അല്ലെ, GND എടുത്ത വയർ ഇതുവരെ കണക്ട് ചെയ്യാതെ മാറ്റിയിട്ടിട്ടുണ്ട്. ആ മാറ്റിയിട്ടിരിക്കുന്ന വയറിലേക്കാണ് ബാറ്ററിയുടെ നെഗറ്റീവ്. ആ ഒരൊറ്റ കണക്ഷൻ അതിലുള്ളൂ, ബാക്കിയെല്ലാം മറ്റേ 2 പിന്നിലാണ് പോയിരിക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യണം? അത് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി വെക്കുമ്പോൾ നമ്മുടെ സെൻസറിന്റെ ബാക്കിൽ ലൈറ്റ് കത്തിയിരിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മള് ബാറ്ററി ഫിക്സ് ചെയ്തു. നമ്മൾ നോക്കുമ്പോ ലൈറ്റ് കത്തിയിട്ടുണ്ടല്ലേ. ഓക്കെ, ഈ ടേപ്പ് ഒട്ടിക്കാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി ടെസ്റ്റ് ചെയ്യണ്ടേ, ഇത് ഗ്യാസ് ഉണ്ടെങ്കിൽ ഓൺ ആവുമോന്ന് അറിയണ്ടേ. അതിനായിട്ട് നമുക്കൊരു സാമ്പ്രാണി തിരി ഉപയോഗിക്കാം. നോക്കാം. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുമെന്ന് നോക്കാനായിട്ട് പോവാണ് അല്ലേ. നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുമോ എന്ന് നോക്കാനായിട്ട് പോവാണ്.
അപ്പൊ നമ്മളെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണല്ലേ, സർക്യൂട്ട് എല്ലാം ചെയ്തു, നമ്മളെല്ലാം അസംബ്ലിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി വേണ്ടത് ഇത് വർക്ക് ചെയ്യുന്നുള്ളതല്ലേ, നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്കൊന്ന് സ്മോക്ക് കൊടുത്തു നോക്കാം. സ്മോക്ക് അലാറം ആണല്ലോ, അപ്പൊ നമ്മൾ സ്മോക്ക് കൊടുക്കാണ്. ഓക്കെ, സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. കണ്ടോ, സ്മോക്ക് കൊടുക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് കൃത്യമായ റീഡിങ് അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് അലാറം കേൾക്കുന്നുണ്ട്. കണ്ടോ. അപ്പൊ ഈ പ്രോജക്റ്റ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഇവിടെ നമുക്ക് ഈ സ്മോക്കിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റർ ഉപയോഗിച്ചിട്ട് ആ ഗ്യാസ് നേരിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഗ്യാസ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഒരു കംപ്ലീറ്റ് ഗ്യാസ് ലീക്ക് അലാറം ആൻഡ് സ്മോക്ക് ഡിറ്റക്ഷൻ നിങ്ങൾക്ക് ഈ ഒരൊറ്റ പ്രോജക്ട് സെറ്റപ്പ് ചെയ്യുന്ന ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് ചെയ്യുന്ന കാര്യം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ, ഇത് വളരെ എളുപ്പമായിരുന്നില്ലേ? ആർഡിനോയോ കോഡിങ്ങോ കമ്പ്യൂട്ടറോ ഒന്നും വേണ്ടി വന്നില്ല. നമ്മൾ വളരെ ഈസി ആയിട്ട് ഈ പ്രോജക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കോ ഏതെങ്കിലും സയൻസ് ഫെയറിലേക്കോ അല്ലെങ്കിൽ ഹോബി ആയിട്ടോ ഒക്കെ പ്രൊജക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോജക്റ്റ് വളരെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്ന, ഇലക്ട്രോണിക്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഇനി വരുന്ന വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു പ്രൊജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.